ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് എടുക്കാൻ പോണത്. ഹിസ്റ്ററിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ സോഷ്യൽ ചേഞ്ചസ് ഇൻ മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ സാമൂഹിക മാറ്റങ്ങൾ. സോഷ്യൽ ചേഞ്ചസ് ഇൻ മോഡേൺ ഇന്ത്യ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, സാമൂഹികമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ആധുനിക ഇന്ത്യയിൽ സംഭവിച്ചത്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മോഡേൺ ഇന്ത്യയിൽ സംഭവിച്ചത്, അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് മെക്കാളയുടെ അഡ്വൈസ് അല്ലെങ്കിൽ മെക്കാളയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ. മെക്കാളെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അതിന് മുന്നേ നമുക്ക് പറയാനുള്ളത് ആധുനിക വിദ്യാഭ്യാസം നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അവർക്ക് പ്രധാനപ്പെട്ടൊരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവർക്ക് ഭരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭരണ സഹായത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ വേണം, ഗുമസ്തന്മാരെ വേണം. അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഷ അറിയുന്ന അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരെ വേണം. അതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ആൾക്കാരെ അവർ വിദ്യാഭ്യാസം നൽകുന്നു എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അല്ലാതെ ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പുരോഗമനം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമല്ലായിരുന്നത്. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കണം, അതിന് വേണ്ടിയിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ബ്രിട്ടീഷുകാരുടെ ഒരേ ഒരു ഉദ്ദേശമായിരുന്നത്. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിക്കാനായിട്ട് പ്രധാനമായിട്ടും 3 ഏജൻസികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ, നമുക്കറിയാം ഒരുപാട് ക്രിസ്ത്യൻ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പുരോഗമനവാദികളായിട്ടുള്ള ഇന്ത്യക്കാർ, ഇതുപോലെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള നമ്മൾ ഇന്ത്യക്കാർ എന്ത് ചെയ്യാണ്, പിന്നീട് ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കാനുണ്ടായത്. മൂന്നാമത്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഈ 3 ഏജൻസികളിലും ഏറ്റവും കൂടുതൽ ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. പക്ഷേ അവരെ ഒരിക്കലും നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല, ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല, അവരുടെ ഭരണകാര്യങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് കുറച്ച് ഗുമസ്തന്മാരെ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവരെന്ത് ചെയ്തിരുന്നത്? ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായ ഗുമസ്തന്മാരെ ഇന്ത്യക്കാരിൽ നിന്നു തന്നെ വാർത്തെടുക്കുക, ബ്രിട്ടീഷ് ഭരണത്തോട് കൂറും വിശ്വസ്തതയും പുലർത്തുന്ന അഭ്യസ്ത വിദ്യരുടെ ഒരു വിഭാഗത്തെ ഇന്ത്യയിൽ വളർത്തിയെടുക്കുക. അപ്പം അങ്ങനെ ഇവർ വിദ്യാഭ്യാസം കൊണ്ടുവരുന്ന ആൾക്കാർ എന്തായിരിക്കും? ഇവരോട് കൂറ് പുലർത്തുന്നവരായിരിക്കും. ഇനി മെക്കാളയുടെ കുറിപ്പ്. അപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ തന്നെ എങ്ങനെയുള്ള വിദ്യാഭ്യാസം, എങ്ങനെയാണ് ഇവരെ, ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് നൽകേണ്ടത്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കോൺട്രഡിക്ഷൻ ഇവർക്കിടയിൽ വരാണ്, ഈ ബ്രിട്ടീഷുകാർക്കിടയിൽ വരാണ്. അപ്പോൾ അവരിൽ ഒരു കൂട്ടർ പറയാണ് ഇന്ത്യൻ പരമ്പരാഗത വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് നമുക്കിവിടെ നടപ്പിലാക്കേണ്ടത്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് അവർക്ക് വേണ്ടതെന്നാണ് ഒരു കൂട്ടം ബ്രിട്ടീഷുകാർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞവരെയാണ് അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭാഷകൾ തന്നെ നമ്മൾ ഉപയോഗിക്കാം, ഇന്ത്യൻ ഭാഷകളിൽ തന്നെ നമുക്ക് ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് ഒരു കൂട്ടം ബ്രിട്ടീഷുകാർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞവരെയാണ് ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ആ ഒരു വിഭാഗക്കാരാണ് ഓറിയൻ്റലിസ്റ്റുകൾ. ഇനി ഒരു കൂട്ടർ പറഞ്ഞെന്താണ്? പാശ്ചാത്യ വിദ്യാഭ്യാസ രീതിയാണ് നമ്മളിവിടെ കൊണ്ടുവരേണ്ടത്, അല്ലാതെ ഇന്ത്യൻ വിദ്യാഭ്യാസ രീതി ഒന്ന് കൊണ്ടുവന്നു അതൊന്നല്ല വേണ്ടത്. പാശ്ചാത്യ വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അങ്ങനെ പറഞ്ഞവരാണ് ആംഗ്ലിസിസ്റ്റുകൾ. അപ്പോൾ 2 തരം അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. ഇന്ത്യൻ പരമ്പരാഗത വിദ്യാഭ്യാസ രീതി വേണമെന്ന് പറഞ്ഞവർ ഓറിയൻ്റലിസ്റ്റുകൾ, അതല്ല പാശ്ചാത്യ വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞവർ ആംഗ്ലിസിസ്റ്റുകൾ. ഈ ആംഗ്ലിസിസ്റ്റുകളിലെ മുഖ്യ വക്താവാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന നേതാവായിരുന്നു ആര്? മെക്കാളെ പ്രഭു. അപ്പോൾ അദ്ദേഹം 1834 ഇങ്ങനൊരു തർക്കം നടന്നപ്പോൾ മെക്കാളെ എന്ത് തരം വിദ്യാഭ്യാസ രീതിയാണ് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കേണ്ടതെന്ന് വെച്ചിട്ട് കുറച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി ഒരു കുറിപ്പ് തയ്യാറാക്കി. ബ്രിട്ടീഷ് വിദ്യാഭ്യാസ നയം, ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ബ്രിട്ടീഷ് വിദ്യാഭ്യാസ നയം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ബ്രിട്ടീഷ് കൗൺസിലിന് സമർപ്പിച്ചു. അത് അംഗീകരിച്ചു. വില്യം ബെൻഡിക് പ്രഭു
അത് അംഗീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസമാണ് പിന്നീട് ഇന്ത്യയിൽ നടപ്പിലായത്. അതാണ് മെക്കാളയുടെ കുറിപ്പെന്ന് പറയുന്നത്. ഇനി അപ്പം അങ്ങനെ മെക്കാളയുടെ അഭിപ്രായം അനുസരിച്ചിട്ടുള്ള കുറിപ്പ് അനുസരിച്ചിട്ടുള്ള എന്താണ് ഒരു വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ പാസ്സായി. ഇനി അതിന് ശേഷം ഇപ്പോൾ നമ്മൾ അങ്ങനെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ നയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. കോത്താരി കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല വിദ്യാഭ്യാസ നയങ്ങൾ നമ്മൾക്ക് തന്നെ പരിചയമുണ്ടല്ലോ ഇപ്പോൾ. അതുപോലെ ആദ്യകാലങ്ങളിൽ നടന്ന കഥകളാണ് ഈ പറയണേ കേട്ടോ. ഇനി അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ളതുണ്ട് വുഡ്സിൻ്റെ വിദ്യാഭ്യാസ രേഖ. വുഡ്സ് എന്ന് പറയുന്ന സർ ചാൾസ് വുഡ്സ് രൂപം നൽകിയിട്ടുള്ള അടുത്ത വിദ്യാഭ്യാസ രേഖ 1854 ബോർഡ് ഓഫ് കൺട്രോൾ പ്രസിഡന്റ് ആയിരുന്ന സർ ചാൾസ് വുഡ്സ് രൂപം നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ രേഖ വേറൊരെണ്ണാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയണത്, ഇന്ത്യയിൽ ഏതുതരം വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നുള്ളതാണ്. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാന ശുപാർശകളെന്ന് നോക്കാം. പാശ്ചാത്യ വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ നയത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്നത് പ്രഖ്യാപിച്ചു. പാശ്ചാത്യ വിഷയങ്ങൾ, ഇന്ത്യക്ക് പരിചിതമല്ലാത്ത വിഷയങ്ങൾ പഠിപ്പിക്കാം. കാരണം ഇവരുടെ ഉദ്ദേശം എന്താണ്, ബ്രിട്ടീഷുകാരെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ലേ. വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ ഉദ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ധനസഹായം നൽകണമെന്ന് ശുപാർശ ചെയ്തു. ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപിക്കണമെന്നും അതിനൊരു ഡയറക്ടർ ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശിക്കപ്പെട്ടു. ഇന്ത്യൻ ഭാഷയ്ക്ക് അർഹമായ പ്രോത്സാഹനം നൽകണമെന്ന് വുഡ്സ് നിർദ്ദേശിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം പ്രാദേശിക ഭാഷകളിലും അത് കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം എന്താണ്, നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലും ആകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ലണ്ടൻ സർവകലാശാലയുടെ മാതൃകയിൽ ബോംബെ, മദ്രാസ്, കൽക്കത്ത എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. വുഡ്സിൻ്റെ വിദ്യാഭ്യാസ രേഖ എന്താണ്, സ്ത്രീ വിദ്യാഭ്യാസത്തിന് തുറന്ന പിന്തുണയേകി. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണമെന്നാണ് അദ്ദേഹം ശുപാർശ ചെയ്തു. അപ്പം നമുക്ക് ക്വസ്റ്റ്യനായിട്ട് 2 മാർക്കിനൊക്കെ ഇങ്ങനെ ചോദിക്കാം, വുഡ്സിൻ്റെ വിദ്യാഭ്യാസ രേഖയിലെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഈ പോയിന്റ്സൊക്കെ എഴുതാട്ടോ. ഇനി അടുത്താണ് എന്ത്, ഹണ്ടർ കമ്മീഷൻ. ഇനി അടുത്തൊരെണ്ണം വരുന്നതാണ് ഹണ്ടർ കമ്മീഷൻ. അപ്പം നേരത്തെ നമ്മൾ ആരുടെയായിരുന്നു, മെക്കാളയുടെ ശുപാർശകളാണ് കണ്ടിരുന്നത്. അപ്പോൾ 2 പ്രശ്നങ്ങൾ ഓറിയന്റലിസ്റ്റുകളും മറ്റവരുണ്ടായി. അപ്പോൾ അതെല്ലാം ഇതാക്കിക്കൊണ്ട് മെക്കാളെ ഒരു ശുപാർശ ചെയ്തു. പിന്നെ നമ്മൾ വുഡ്സിൻ്റെ കണ്ടു. ഇനിയാണ് ഹണ്ടർ കമ്മീഷൻ. 1882 ഹണ്ടറുടെ കീഴിൽ, അതായത് ഹണ്ടർ എന്ന് പറയുന്ന ആളുടെ കീഴിൽ വന്നിട്ടുള്ള കമ്മീഷൻ. അതുകൊണ്ടാണ് അതിന് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസം വിലയിരുത്തുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഹണ്ടർ കമ്മീഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തുക. ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി, വ്യാപ്തിയൊക്കെ വിലയിരുത്തുക. ജില്ലാ മുനിസിപ്പൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനായി ശുപാർശകൾ നടത്തുക. സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പാഠ്യക്രമത്തെ 2ആയി തിരിച്ച് സാഹിത്യ വിദ്യാഭ്യാസത്തിനും പ്രവേശന പരീക്ഷകൾക്കുള്ള വിദ്യാഭ്യാസത്തിനും പ്രത്യേകം പരിഗണന നൽകുക. സ്ത്രീ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ. ഇതൊക്കെയാണ് ഹണ്ടർ കമ്മീഷൻ ചെയ്തത്. അവരുടെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പം നമ്മൾ പ്രധാനമായിട്ട് 3 എണ്ണമാണ് പഠിച്ചത്. ഏതൊക്കെയാണ്, മെക്കാളയുടെ ശുപാർശകൾ, അതേപോലെ വുഡ്സിൻ്റെ ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാവുന്നതാണ്. അത് നോക്കാം കേട്ടോ. ഇനി 1878 ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്റ്റാണ് വെർണാക്കുലാർ പ്രസ് ആക്ട്. വെർണാക്കുലാർ പ്രസ് ആക്ട് എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷയിൽ പത്രം അച്ചടിക്കുന്നത് നിരോധിക്കാം. ഇപ്പോൾ പ്രാദേശിക ഭാഷ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ, തമിഴിൽ, ബംഗാളിയിൽ അങ്ങനെയുള്ള പ്രാദേശിക ഭാഷയിൽ പത്രം അച്ചടിക്കുന്നത് നിരോധിക്കാം. അപ്പോൾ എന്തിനാണ് നിരോധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് അന്ന് നമ്മൾ ടിവിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ തമിഴന്മാർക്ക് മാത്രം അറിയാം. ആകെ ഒരു മാധ്യമം എന്ന് പറയുന്നത് എന്താണ്, പത്രമാണ്. അപ്പോൾ പത്രം അന്ന് പ്രാദേശിക ഭാഷകളിൽ അച്ചടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ ഭാഷകളും അറിവില്ല. അപ്പോൾ ഇംഗ്ലീഷാണ് കോമൺ ആയിട്ടുള്ളൊരു കാര്യം ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ളൊരു കാര്യം ഒരു മലയാളിക്ക് മേ ബി അറിയണ്ടായിരിക്കും തൊട്ടടുത്തിട്ടുള്ള കാരണം. ഇപ്പോൾ ഒരു അസമിലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ബംഗാളിക്കോ അല്ലെങ്കിൽ ബംഗാൾ ഭാഷ സംസാരിക്കുന്നതിനോ
ഒരു തെലുങ്കോ ഒക്കെ അല്ലെങ്കിൽ മറാത്തിയോ സംസാരിക്കുന്ന ഒരാൾക്കൊക്കെ അറിയണമെങ്കിൽ എന്താണ്, അവർക്ക് അവരുടെ ഭാഷയിലുള്ളൊരു പത്രം കിട്ടണം കയ്യിൽ. എന്നാൽ മാത്രമാണ് അവർക്ക് ആ സംഭവത്തെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ പ്രാദേശിക ഭാഷയിലുള്ള പത്രം നിരോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം പോലും ആ നാട്ടിലുള്ള ആൾക്കാർ അറിയില്ല. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ബ്രിട്ടീഷുകാർ വെർണാക്കുലാർ പ്രസ് ആക്ട് പാസ്സാക്കിയത്. അപ്പോൾ ഇങ്ങനെ പാസ്സാക്കിയിട്ടുള്ള 1878 വെർണാക്കുലാർ പ്രസ് ആക്ടിൻ്റെ ന്യൂനതകൾ അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോണത്. അപ്പോൾ ലിട്ടൺ പ്രഭു ആണ് ഈ ആക്ട് പാസ്സാക്കിയത്. ആക്ട് പാസ്സാക്കിയത് 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം. ലിട്ടൺ പ്രഭു ആണ്. 1878 അപ്പോൾ ഇതൊരു പക്ഷാപാതപരമായിട്ടുള്ള ഒരു സമീപനമാണ്. ഈ പറഞ്ഞ പോലെ എന്താണ്, ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര കാര്യങ്ങൾ എന്താണ് ഇന്ത്യ മൊത്തം അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരും തുടങ്ങും നമുക്കും ഇങ്ങനെ പ്രതികരിക്കാം എന്നുള്ളൊരു ചിന്താഗതി വരും. അങ്ങനെ വരരുത് എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യക്കാരെ മൊത്തത്തിൽ അടിച്ചമർത്താം എന്നുള്ള രീതിക്കാണത്. ഇങ്ങനെയുള്ള ഒരു നിയമം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൊണ്ടുവന്നില്ല. പ്രാദേശിക ഭാഷകളിൽ പത്രം അടിക്കാൻ പാടില്ല എന്ന് വന്നപ്പോൾ ആ ഒരു ഭാഷയിൽ എന്ത് പെടുത്തിയില്ല, ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെ പാടില്ല എന്നൊരു പ്രശ്നം അവർ കൊണ്ടുവന്നില്ല. ഇംഗ്ലീഷ് ഭാഷാ പത്രങ്ങൾക്ക് ഈ നിയന്ത്രണങ്ങൾ ബാധകമല്ലായിരുന്നു. അപ്പോൾ ഇതെന്താണ്, ലിട്ടൺ പ്രഭുവിൻ്റെ യാഥാസ്ഥിക മനോഭാവത്തെയാണിത് വെളിപ്പെടുത്തുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നത്. അപ്പോൾ നമ്മൾ ഓറിയൻ്റലിസ്റ്റുകൾ അതുപോലെ തന്നെ 2 വിഭാഗം പറഞ്ഞില്ലേ, മെക്കാളയുടെ കേസിൽ ഓറിയൻ്റലിസ്റ്റുകൾ, ആംഗ്ലിസിസ്റ്റുകൾ. അപ്പോൾ അവരെ സെപ്പറേറ്റ് 1 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഓറിയൻ്റലിസ്റ്റുകൾ എന്തായിരുന്നു, പ്രാദേശിക ഭാഷകളിൽ, ഇന്ത്യൻ ഭാഷകളിൽ തന്നെ വിദ്യാഭ്യാസം കൊടുക്കണം, ഇന്ത്യയുടെ ആ പരമ്പരാഗത രീതി അനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞവർ. ആംഗ്ലിസിസ്റ്റുകൾ എന്താ പറഞ്ഞത്, പാശ്ചാത്യ രീതി അനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞവർ. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇങ്ങനെയുള്ള ബ്രിട്ടീഷ് പോളിസീസ് രൂപപ്പെടുത്തുന്നതിൽ ഐഡിയോളജീസിൻ്റെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളുടെ പങ്ക് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും പ്രത്യയശാസ്ത്രങ്ങളുടെ വളരെയധികം സ്വാധീനം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിന് എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. കോൺവാലിസ് പ്രഭു 18-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള വിഗ് രാഷ്ട്രീയ സിദ്ധാന്തം സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആദ്യം എന്താണ് വിഗ് രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് നോക്കാം. വിഗ് രാഷ്ട്രീയ സിദ്ധാന്തം, അപ്പോൾ ഓരോ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ഐഡിയോളജീസ് എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാരെ ഓരോ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൽ സ്വാധീനിച്ചത്, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയോളജീസുകൾ എങ്ങനെ ബ്രിട്ടീഷുകാരെ സ്വാധീനിച്ചു. അപ്പോൾ കുറച്ച് എക്സാമ്പിളുകളാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ വിഗ് രാഷ്ട്രീയ സിദ്ധാന്തം അത് കോൺവാലിസ് പ്രഭുവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വിഗ് രാഷ്ട്രീയ സിദ്ധാന്തം? അതായത് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഗവൺമെൻറ്റിന് ഇങ്ങനെ 3 വിഭാഗങ്ങളുണ്ട്: നിയമനിർമ്മാണം, നീതി നിർവഹണം, കാര്യനിർവഹണം. നീതിന്യായം, നിയമനിർമ്മാണം, കാര്യനിർവഹണം. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും ഈ 3 വിഭാഗങ്ങൾ എന്ത് ചെയ്യണം, വേർതിരിക്കണം. ഇതാണ് വിഗ് സിദ്ധാന്തം പറയണത്. അപ്പം അങ്ങനെ വേർതിരിക്കുമ്പോൾ എന്താണ്, ഇത്തരം വിഭാഗങ്ങൾ ഇതൊക്കെ എന്താണ് സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുന്നത് തടയാനായിട്ട് ഇങ്ങനെ ഇതിനെ വേർതിരിക്കുന്നത് സഹായിക്കും. ഇതാണ് വിഗ് സിദ്ധാന്തം. അപ്പോൾ ഈ വിഗ് സിദ്ധാന്തം കോൺവാലിസ് പ്രഭു ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന് ബംഗാളിൽ കാര്യക്ഷമമായിട്ട് ഭരണം നടത്താനായിട്ട് ഈ സിദ്ധാന്തം അദ്ദേഹത്തിനെ സഹായിച്ചു. ഉൽപാദന രംഗത്ത് ശക്തമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ബ്രിട്ടീഷുകാരെ സ്വാധീനിച്ചിട്ട് ഇത്തരം ബ്രിട്ടീഷ് ഭരണാധികാരികൾ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിലും നടപ്പിലാക്കിയിട്ടുണ്ട്. വേറെ അടുത്തൊരു എക്സാമ്പിൾ പറയണതാണ്. പിന്നെ 1813 ചാർട്ടർ ആക്ട് പ്രകാരം
നമ്മുടെ കമ്പനിയുടെ, അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ വ്യാപാരത്തിലുള്ള കുത്തക അവസാനിപ്പിച്ചത് സ്വതന്ത്ര വ്യാപാര സിദ്ധാന്തങ്ങൾ അതുവഴിയാണ്. സ്വതന്ത്ര വ്യാപാര സിദ്ധാന്തങ്ങൾ വഴിയാണ് കമ്പനിയുടെ ചാർട്ടർ ആക്ട് കമ്പനിയുടെ എല്ലാ നിയന്ത്രണങ്ങളൊക്കെ അവസാനിപ്പിച്ചത്. അപ്പം ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ സ്വാധീനിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ചോദിച്ചൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഒന്ന് ഓർത്തു വയ്ക്കാം. ഇനി വരാൻ പോണത്, അല്ലെങ്കിൽ നമുക്ക് നോക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ ഓരോ പങ്കുകൾ പറഞ്ഞില്ലേ. അതേപോലെ എന്താണ്, ഓരോ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന നേതാക്കന്മാർക്കൊക്കെ ഒരുപാട് പങ്കുണ്ട്. അപ്പോൾ അത് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിൽ മാത്രമല്ല, എന്താണ് ഇന്ത്യയുടെ കുറച്ചുകൂടി പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന ദുരാചാരങ്ങളും അനാചാരങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതിനൊക്കെ അത് സഹായകമായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് 2-3 എണ്ണം കൂടി നമുക്കിങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പം അതിലൊന്നാണ് എന്ത്, പ്രാർത്ഥന സമാജം. 1849 മഹാരാഷ്ട്രയിലെ പരമഹംസ സഭ എന്നൊരു സംഘടന രൂപീകരിച്ചു. പിന്നീട് കേശവ ചന്ദ്ര സെന്നിൻ്റെ നേതൃത്വത്തിൽ അത് വിദ്യാസമ്പന്നർക്കിടയിൽ ഇത് പ്രാർത്ഥനാ സമാജമായിട്ട് മാറുകയാണ് ചെയ്തത്. അത് പ്രാർത്ഥനാ സമാജത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് പരമഹംസ സഭ ആണ്. 1849 സ്ഥാപിതമായിട്ടുള്ള പരമഹംസ സഭയാണ് എന്ത്, പ്രാർത്ഥനാ സമാജത്തിൻ്റെ ആദ്യ രൂപം കൊണ്ടത് എവിടെയാണ്, മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് നോക്കാം. സാമൂഹിക പരിഷ്കരണം, ജാതി നിർമാർജനം, വിധവ പുനർവിവാഹം, സ്ത്രീ വിദ്യാഭ്യാസ പ്രചരണം, ശൈശവ വിവാഹ നിരോധനം, ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കൽ. അപ്പം ഇങ്ങനെ നോക്കുക, 1849 പരമഹംസ സഭയാണ് പ്രാർത്ഥന സമാജത്തിൻ്റെ ആദ്യ രൂപം. കേശവ ചന്ദ്ര സെൻ അവരാണ് അതിന് നേതൃത്വം കൊടുത്തത്. പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാന കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, ഇത്രയും നോക്കി വയ്ക്കാം. ഇനി ഇതുപോലെ വരുന്ന വേറൊരെണ്ണാണ് എന്ത്, ആര്യ സമാജം. ആര്യ സമാജം എന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അതിൻ്റെ നേതാവ്, സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ സമാജം സ്ഥാപിച്ചത്. സ്ത്രീ പുരുഷ സമത്വമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. സ്ത്രീകൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുക, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, അതേപോലെ ബാല്യവിവാഹം എതിർക്കുക. അതായത് 16 വയസ്സിന് മുമ്പ് സ്ത്രീകളെ വിവാഹം ചെയ്ത് നൽകാനായിട്ട് പാടില്ല. വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക, സാമൂഹ്യ സമത്വത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ജാതി സമ്പ്രദായത്തിനെതിരെ പ്രവർത്തിക്കുക, അനാഥാലയങ്ങളും വിധവാ സദനങ്ങളും നടത്തുക, ക്ഷാമബാധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, കീഴ്ജാതിക്കാർക്ക് സഹായം നൽകുക. ഇതൊക്കെയാണ് ആര്യ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നത്. അപ്പോൾ ഓരോന്നും ആരാണ് തുടങ്ങിയത്, എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ. ഇനി അടുത്തത് രാമകൃഷ്ണ മിഷൻ. 1897 കൽക്കത്തയിൽ സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത്. 1897 ആരാണ്, സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത് കൊൽക്കത്തയിൽ. അതായത് തൻ്റെ ഗുരുവായിട്ടുള്ള രാമകൃഷ്ണ പരമഹംസൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം അദ്ദേഹം രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതസൗഹാർദ്ദം സമന്വയവും സ്ഥാപിക്കുക, മാനവരാശിയെ സേവിക്കുക, ഇതാണ് പ്രധാന ലക്ഷ്യം. അതെല്ലാ മതങ്ങളുടെയും ഐക്യത്തിന് വേണ്ടിയിട്ട് ഐക്യത്തിന് പ്രാധാന്യം നൽകുക. ഇനി വേറൊരു സിദ്ധാന്തമാണ് കുനിഞ്ഞിറങ്ങൽ സിദ്ധാന്തം അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. കുനിഞ്ഞിറങ്ങൽ സിദ്ധാന്തം അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി.
അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് വളരെ ചിലവേറിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് വിദ്യാഭ്യാസം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, കുനിഞ്ഞിറങ്ങൽ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് വിദ്യാഭ്യാസം എല്ലാവർക്കും അന്ന് പ്രാപ്യമായിരുന്നില്ല, കാരണം അതൊരു ചിലവേറിയ പ്രക്രിയയാണ്. അതുകൊണ്ട് ആ വിദ്യാഭ്യാസം എല്ലാവരിലേക്കും സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലേക്കും എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുക, കുനിഞ്ഞിറങ്ങൽ സിദ്ധാന്തം എന്ന് പറയാം. അപ്പോൾ ഈ പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, പിന്നെ രാമകൃഷ്ണ മിഷൻ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇതുപോലെ വേറെ ഒരെണ്ണം വരുന്നതാണ് എന്ത്, നമ്മുടെ സമൂഹത്തിനെ ആധുനികവൽക്കരിക്കുന്നതിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ പങ്ക്. അപ്പം അദ്ദേഹം ഒരു സോഷ്യൽ റീഫോമർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് അലിഗഡ് പ്രസ്ഥാനം. അപ്പോൾ ആര്യ സമാജം, പ്രാർത്ഥനാ സമാജം, രാമകൃഷ്ണ മിഷൻ, അതുപോലെ വരുന്ന ഒന്നാണ് എന്ത്, അലിഗഡ് പ്രസ്ഥാനം. അത് അതിൻ്റെ നേതാവാണ് ആര്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹികവും വിദ്യാഭ്യാസപരമായ മുന്നേറ്റം ഉണ്ടാക്കുക, അതുപോലെ മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങളെ നീക്കി സാമൂഹികമായിട്ടുള്ളൊരു നവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അലിഗഡിൽ അദ്ദേഹം മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചു. അപ്പോൾ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ വൺ വേർഡൊക്കെ ആയിട്ട് ആര്യ സമാജം സ്ഥാപിച്ചതാര്, അല്ലെങ്കിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാര്, അങ്ങനെയൊക്കെ ചോദിക്കാം. അലിഗഡ് പ്രസ്ഥാനം അങ്ങനെയൊക്കെ ആരാന്നൊക്കെ ചോദിക്കാം. അതല്ലാതെ എന്താണ്, റൈറ്റ് എ നോട്ട് അബൌട്ട് അലിഗഡ് പ്രസ്ഥാനം, അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് അബൌട്ട് പ്രാർത്ഥനാ സമാജം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്താണ്, ആര്, എന്ത്, എന്ന്, പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, അങ്ങനെ എഴുതാം. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ളത്. അപ്പോൾ നല്ലോണം വായിച്ച് മനസ്സിലാക്കി പഠിക്കുക, നല്ലോണം പഠിക്കാം. താങ്ക് യു.